നമസ്കാരം. നവഗ്രഹ നക്ഷത്രഫലം കേൾക്കാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2025 ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച ദിവസം കുറേ നാളുകാർക്ക് സൗഭാഗ്യമായ ജീവിത സാഹചര്യങ്ങൾ, സമ്പത്ത്, തൊഴിൽ നേട്ടമൊക്കെ വന്നു ചേരുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും നവഗ്രഹ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് പറ്റേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ വിഷയത്തിലേക്ക് പോകുന്നു. ആദ്യമായിട്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരുടെ ശനിയാഴ്ചത്തെ നവഗ്രഹ നക്ഷത്രഫലം. മേടക്കൂറുകാരെ സംബന്ധിച്ച് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെക്കുറിച്ച് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥത, ദേഹനന്മയ്ക്ക് അനുകൂലമായ ദിവസമാണ്. കുടുംബം, ധനം എന്നിവയിൽ സ്ത്രീകൾ മുഖേന നേട്ടമുണ്ടാകുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതം വിജയിക്കുന്ന ദിവസമാണ്. മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുത്രദുഃഖവും ക്ഷിപ്രകോപവും ഒക്കെ ഈ ജാതകരിൽ വന്നു ചേരുന്നൊരു ദുഃഖകരമായ അവസ്ഥ ഉണ്ടാകുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ ജാതകർക്ക് പ്രതീക്ഷിക്കാം. 12-ൽ ശനി നിൽക്കുന്ന ദിവസമാണെങ്കിലും, തൊഴിൽഭാവത്തിൻ്റെ അധിപൻ 12-ൽ നിൽക്കുന്നതാണെങ്കിലും 7-ൽ ചന്ദ്രൻ വരുന്നു ചേരുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ദുരിതം, കഷ്ടത, പ്രയാസങ്ങളിൽ നിന്നൊരു മോചനം ലഭിക്കുന്നൊരു ദിവസമായിരിക്കും. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു സാഹചര്യത്തെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. മാതാവിൻ്റെ സ്ഥിതിയും പിതാവിൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏറെക്കുറെ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ പൊതുവെ നോക്കുമ്പോൾ നഷ്ടസാധ്യതകൾ തന്നെ കൂടുതൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ, ദേഹനന്മയ്ക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ചിട്ടി, അതുപോലെ തന്നെ സമ്പാദ്യം, ലോൺ എന്നിവ മുഖേനയൊക്കെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. മക്കളുടെ സ്ഥിതിയും മോശമാണ്. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മെച്ചമാണ്. രോഗം, ദുരിതം, കടബാധ്യത, അങ്ങനെയുള്ള ശത്രുത എന്നുള്ള വിഷയങ്ങളിൽ ആശ്വാസം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്നൊരു ദിവസമാണ്. ഈ ജാതകരെ സംബന്ധിച്ച് പിതാവിൻ്റെ സ്ഥിതിയും മാതാവിൻ്റെ സ്ഥിതിയും പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. അതുപോലെ തന്നെ പ്രവർത്തന മേഖലകളിലൊക്കെ ലാഭം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസവുമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളതും ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. ശാസ്ത്ര മേഖലകളിൽ കൂടി, ഗണിത മേഖലകളിൽ കൂടി, കലാപരമായ കഴിവുകളിൽ കൂടി, അതുപോലെ തന്നെ ബന്ധുക്കളിൽ കൂടിയൊക്കെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതം ഏറെക്കുറെ തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ദാമ്പത്യത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഇവർക്കുണ്ടാകുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. മക്കളുടെ സ്ഥിതി, പെൺമക്കൾക്ക് ശത്രു അറിഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. രോഗം, ശത്രുത, കടബാധ്യതകളുള്ള പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുവാൻ സാധ്യതയില്ലാത്ത ദിവസമാണ്. എന്നാൽ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സാഹചര്യവുമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. പിതാവ് മുഖേനയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ ജാതകരെ സംബന്ധിച്ച് ശത്രു അറിഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം. എങ്കിലും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടി ധനപരമായിട്ടുള്ള നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ലാഭകരമായ അനുഭവങ്ങൾ തന്നെയൊക്കെ കൂടുതലായിട്ടും വന്നു ചേരുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളതും മിഥുനക്കൂറുകാർ അറിഞ്ഞിരിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ, ദേഹനന്മയ്ക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമല്ല. 2-ൽ ചൊവ്വ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഭാര്യയും ഭർത്താവും ഒക്കെ അകന്ന് താമസിക്കാൻ സാധ്യതയുണ്ട്. മക്കളുടെ സ്ഥിതി മെച്ചമല്ല. തൊഴിൽപരമായിട്ടുള്ള വലിയ മെച്ചപ്പെട്ട സാഹചര്യങ്ങളൊന്നും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നില്ല. രോഗം, ശത്രുത, കടബാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടുന്നുണ്ട്. ഭാഗ്യകരമായ അവസ്ഥ ഭാഗ്യക്കേടുകളുമായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പിതാവിൻ്റെ സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് പ്രതികൂലവും മാതാവിൻ്റെ സ്ഥിതി അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവർക്ക് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ലാഭകരമായ അനുഭവങ്ങൾ വന്നു ചേരേണ്ടതാണെങ്കിലും അതൊക്കെ ബന്ധുക്കളുടെ ശത്രുത മൂലം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ, ദേഹനന്മയ്ക്ക് അനുകൂലമായ ദിവസമാണ്.
കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഒരുപക്ഷെ ഉണ്ടാകണമെന്നില്ല. ധനത്തിന് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കാം. പക്ഷെങ്കിൽ കാര്യവിജയവും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാലും അവിടെയൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സംബന്ധിച്ച് തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. മക്കളുടെ സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മക്കളുടെ സ്ഥിതി മെച്ചമാണ്. മക്കളെ കൊണ്ടുള്ള കാര്യവിജയം ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇപ്പോൾ ഇവർക്ക് രാജയോഗമാണ്. 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. അമലായോഗം എന്ന് പറയുന്ന രാജയോഗമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. രോഗം, ദുരിതം, ശത്രുത, കടബാധ്യതകളുള്ള പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഈ ജാതകരെ സംബന്ധിച്ച്. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി ഇവർക്ക് അനുകൂലമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ സ്ഥിതി ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ലാഭകരമായ അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹത്തിന്മയൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണിപ്പോൾ. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. തൊഴിൽപരമായിട്ടുള്ള സാഹചര്യം അനുകൂലമായി നിൽക്കുന്നു. രോഗം, ദുരിതം, ശത്രുത, കടബാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടുന്നൊരു സാഹചര്യമാണ്, സമയമാണ്. അങ്ങനെ ഒരു ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും ഈ ജാതകരെ സംബന്ധിച്ച് വന്നു ചേരേണ്ടതാണ്. പക്ഷേങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി അനുകൂലമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ലാഭകരമായ അനുഭവങ്ങളൊക്കെ കന്നിക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ കണ്ടകശനിയുടെ ദോഷമുള്ളവർക്ക് ഈ വക നേട്ടങ്ങളൊന്നും ലഭിക്കണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹന്മയ്ക്ക് അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ. ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ്. മക്കളുടെ സ്ഥിതി മെച്ചമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാൻ. രോഗം, ദുരിതം, കടബാധ്യതയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്ന ദിവസമല്ല. ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി മെച്ചമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു. ലാഭകരമായ അനുഭവങ്ങളൊക്കെ തന്നെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ ടെൻഷനും ശത്രുതയൊക്കെ അനുഭവത്തിൽ വന്നുചേരാൻ ഇടയുണ്ട്. ധനപരമായിട്ടുള്ള സ്ഥിതി ഇവർക്ക് ഒന്നും മെച്ചമല്ല. കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമല്ല. ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. മക്കളുടെ സ്ഥിതി ഒന്നും അത്ര മെച്ചമല്ല. തൊഴിൽപരമായിട്ടുള്ള ടെൻഷനും ശത്രുത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രോഗം, ശത്രുത, കടബാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും ഇവരെ തുണയ്ക്കുന്നൊരു സാഹചര്യമല്ല. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കുന്നില്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊന്നുമില്ല. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാര്യതടസ്സവും ധനനഷ്ടവും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാലും കണ്ടകശനിയുടേതായിട്ടുള്ള ദോഷമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകുന്ന ഒരു ദിവസമായിരിക്കും. മക്കളുടെ സ്ഥിതി മെച്ചമാണ്. തൊഴിൽ, വ്യാപാര മേഖലകളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം അവർക്ക് അനുകൂലമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. രോഗം, ശത്രുത, കടബാധ്യതകൾ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇവരെ ഇപ്പോൾ അലട്ടുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഭാഗ്യമായ അനുഭവങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭാഗ്യം ഇവർക്ക് അത്ര മെച്ചപ്പെട്ട സാഹചര്യമല്ല. എങ്കിലും ഭാഗ്യം ഏറെക്കുറെയൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. ഭാഗ്യക്കേടുകളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. മാതാവിൻ്റെ സ്ഥിതിയും പിതാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. മാതാവിനെ കൊണ്ട് നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. കണ്ടകശനിയുടെ ദോഷമുണ്ട്. വാഹനമൊക്കെ ഓടിക്കുന്നവർ സൂക്ഷിക്കണം. ലാഭനഷ്ട സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ധനുക്കൂറുകാർക്ക് സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെയാണ്. 4-ൽ ശനിയുള്ളത് കൊണ്ട് സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഇക്കാര്യങ്ങളിൽ വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനിമയൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ചിലർക്കൊന്നും കാര്യമായിട്ട് അനുഭവപ്പെടണമെന്നില്ല. 2-ൽ രാഹു നിൽക്കുന്നു. എങ്കിലും 2-ാം ഭാവത്തിൻ്റെ അധിപനായ ശനി 3-ൽ നിൽക്കുന്നത് കൊണ്ട് തരക്കേടില്ലാതെ പോകാം. ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ്. അതുപോലെ തന്നെ മക്കളുടെ സ്ഥിതി
ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അനുകൂലമായ ഒരു ദിവസമാണ്. പെൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. രോഗം, ശത്രുത, കടബാധ്യതകളുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്നൊരു സാഹചര്യമല്ല. ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതിയൊക്കെ ഈ ജാതകരെ സംബന്ധിച്ച് അനുകൂലമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സൂക്ഷിക്കണം. വാഹനം ഓടിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം. 8-ൽ കേതു നിൽക്കുന്നു. വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപകടങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ലാഭകരമായ അനുഭവങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലാഭമൊന്നും സാധ്യതയില്ല. ലാഭഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട്. നേട്ടങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത കുറവാണെന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥതേകന്മാർ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. ജന്മത്തിൽ രാഹു നിൽക്കുന്നു എങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിന് മേൽ ഉള്ളതുകൊണ്ട് വലിയ തരക്കേടില്ലാതെയൊക്കെ പോകുന്നു. കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല. 7-ൽ ചൊവ്വ നിൽക്കുന്നു. മക്കളുടെ സ്ഥിതി അത്ര മെച്ചമല്ല. പുത്രദുഃഖമൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പെൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള സാഹചര്യം ഈ ജാതകരെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു. രോഗം, ശത്രുത, കടബാധ്യതയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയില്ല. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്നൊരു സാഹചര്യമാണ്. മാതാവിൻ്റെ സ്ഥിതിയും പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സ്ഥിതി മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തെ കാണിക്കുന്നു. ലാഭകരമായ അനുഭവങ്ങളൊക്കെ ശനിയാഴ്ച ദിവസം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണ്. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥതേകന്മാർ അനുകൂലമായ ഒരു ദിവസം ആകണമെന്നില്ല. പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. ധനം, കുടുംബം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാനൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതം ഇവർക്ക് തൃപ്തികരമായി പോകുന്നു എങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ശത്രുതയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മക്കളുടെ സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് മെച്ചമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. മക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. രോഗം, ശത്രുത, കടബാധ്യതകളാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്ന ദിവസമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി അത്ര മെച്ചപ്പെട്ട സാഹചര്യത്തിൽ കൂടി പോകുന്ന ദിവസമല്ല ശനിയാഴ്ച ദിവസം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ അനുഭവത്തിൽ വന്നു ചേരും. ലാഭനഷ്ട സാധ്യതകൾ സമ്മിശ്രമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസവുമായിരിക്കും ശനിയാഴ്ച ദിവസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ശനിയാഴ്ച ദിവസം സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ ജാതകരുടെയും എല്ലാ നക്ഷത്ര ജാതകരുടെയും ഏകദേശ വിവരങ്ങൾ ചുരുക്കമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഇത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം പറഞ്ഞു നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.